മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു കാര്യവും നടക്കാത്ത കാലമാണല്ലേ. ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നമുക്ക് കയ്യിൽ മൊബൈൽ ഫോൺ വേണം. ഇടയ്ക്കിടയ്ക്ക് മൊബൈലിലേക്ക് ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനം വരില്ല. അങ്ങനെ മൊബൈലിൽ മുഴുകുന്നതോടെ വീട്ടുകാരുമായും കൂട്ടുകാരുമായും ഒക്കെ ചെലവഴിക്കുന്ന സമയം കുറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് തന്നെ അത് സ്വയം തോന്നാറുമുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ മൊബൈൽ ഫോണിനോടുള്ള അമിത ഭ്രമം നിയന്ത്രിക്കാൻ വേണ്ടി ഒരു വീട്ടമ്മ ഒരു കരാർ എഴുതി ഉണ്ടാക്കി. അതേക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 50 രൂപയുടെ മുദ്രക്കടലാസിൽ നിബന്ധനകളൊക്കെ വെച്ച് ഔദ്യോഗികമായി തന്നെയാണ് മഞ്ജു ഗുപ്ത ഒരു കരാറുണ്ടാക്കിയത്. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകും. എൻ്റെ മനസ്സിലുണ്ട്. അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് അക്ഷയ ബിജു പറയും. അക്ഷയ, അപ്പോൾ നമ്മളൊക്കെ തന്നെ എപ്പോഴും രാവിലെ തന്നെ ഒന്ന് ഉണർന്ന് നോക്കുന്ന സമയത്ത് ആദ്യം നോക്കുക ഈ ഫോണിലേക്കാണ്, പിന്നീട് വാട്സപ്പ് എടുത്ത് നോക്കും, പിന്നെ എപ്പോഴാണെങ്കിലും കിട്ടുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ ഫോണിലാണ്. അപ്പോൾ ഈ ഒരു വീട്ടമ്മ ഉണ്ടാക്കിയ മഞ്ജു ഉണ്ടാക്കിയ ഈ കരാറിനെ കുറിച്ച് എന്താണ് അക്ഷയ്ക്ക് സ്വയം തോന്നുന്നത്? അക്ഷയ്ക്കും വീട്ടിൽ അങ്ങനെയൊക്കെ ഒരു കരാർ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? ഇതിപ്പോൾ ഒരു ഏത് സാഹചര്യത്തിലാണ്, ഒരു തരത്തിലും സഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണോ മഞ്ജു ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയത്? ആ കരാറിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നും. പക്ഷേ അതിൽ കാര്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു കരാറിൽ മഞ്ജു പറയുന്നത് അവർ പെട്ടെന്നൊരു ദേഷ്യത്തിലോ അല്ലെങ്കിൽ ഒരു വാശിക്കോ അങ്ങനെ ഒന്നും ചെയ്തതല്ല, വളരെ ചിന്തിച്ച് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെന്നാണ്. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ അടുത്ത് കൊണ്ടുവരരുത്. നമ്മൾ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ നമ്മുടെ സ്നേഹ സംഭാഷണങ്ങളൊക്കെ കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ഫോൺ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതേ നല്ല ശീലമല്ല. അപ്പോൾ വളരെ നല്ലൊരു തീരുമാനമാണ്. നമ്മുടെ സ്നേഹ സംഭാഷണങ്ങൾക്കിടയിൽ ഫോണിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ കുറച്ച് ദൂരെ മാറ്റി വയ്ക്കുക. 20 അടിയെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ബാത്റൂമിൽ പോകുമ്പോൾ ഫോൺ കൊണ്ട് പോകാതിരിക്കുക. അതോടൊപ്പം തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യനെ കാണുക, ഫോണല്ല കാണേണ്ടതെന്ന്. നേരത്തെ അഞ്ജിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോണിലേക്കാണ് നോക്കുന്നത്. നമ്മളിങ്ങനെ കണ്ണ് തുറക്കുന്നത് തന്നെ അതിലേക്ക് തപ്പിത്തടഞ്ഞൊക്കെയാണ്. അപ്പോൾ ആ ഒരു ശീലമൊക്കെ മാറ്റണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ ചെയ്തതായിരിക്കാം. ഇത് വളരെ വൈറലായിരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു തമാശയൊക്കെ തോന്നാം. ഇനിയിപ്പോൾ ഇത് വൈറലായതുകൊണ്ട് എത്ര വീട്ടമ്മമാർ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് അറിയില്ല. എന്തായാലും രസകരമായിട്ടുള്ള കമൻറ്റുകളും കൂടിയാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അതിൽ കൂടെ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഇതിൽ എഗ്രിമെൻറ്റിൽ ഡേറ്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് സാധുവല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ എഗ്രിമെൻറ്റ് ലംഘിക്കുന്ന ആൾക്ക് മഞ്ജു നൽകുന്ന ശിക്ഷയെന്ന് പറയുന്നത് 1 മാസത്തേക്ക് സൊമാറ്റോ സ്വിഗ്ഗി ഓർഡറുകളൊന്നും നൽകാൻ അനുവദിക്കില്ല എന്നാണ്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും കൂടുതൽ സമയം ഈ ഫോണിൽ ചിലവഴിക്കുമ്പോൾ അതിന് ആ ഒരു വീട്ടമ്മയുടെ ചെറിയൊരു മനസ്സിൽ തോന്നിയ ഒരു ബുദ്ധി, അവർക്ക് അവരുടെ വീട്ടുകാരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് സംസാരിക്കാനുണ്ടാവാം. ആ ഒരു ഉദ്ദേശത്തിലേക്കായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ അക്ഷയ്, എന്തായാലും ഈ റിപ്പോർട്ട് കണ്ട ഒരു പക്ഷേ കൂടുതൽ ആളുകൾ ഈ രീതിയിൽ കരാറൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ശരി അക്ഷയ.